ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും PSCയുടെ നോട്ടിഫിക്കേഷൻ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും സിലബസ് ശ്രദ്ധിച്ച് കാണും. സിലബസിനകത്ത് വരുന്ന ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് സെക്ഷനിനകത്ത് ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയുകയാണെങ്കിൽ ക്രോപ്പ് ഇംപ്രൂവ്മെന്റിനകത്ത് ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്, സീഡ് ടെക്നോളജി 2 എണ്ണമാണ് വരുന്നത്. അതിനകത്ത് ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിനകത്ത് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 10 മാർക്കിനോളം നമുക്ക് ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ മാത്രം നമുക്കിന്നിവിടെ പരിചയപ്പെടാം. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്ലാന്റ് ബ്രീഡിങ്. അപ്പം നമ്മൾ പറഞ്ഞു ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് സെക്ഷൻ ഒരു മോഡ്യൂളിനകത്ത് ഒരു പാർട്ടാണ് ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്. അപ്പോൾ എന്തായി പ്ലാന്റ് ബ്രീഡിങ്? എനിക്കറിയാം BHSC ഡിപ്ലോമ BVOC കഴിഞ്ഞ് ഒരുപാട് വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് പുതിയൊരു ഈ ഒരു PSCയുടെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ടെസ്റ്റ് എഴുതാൻ പോകുന്നവരായിരിക്കും നിങ്ങളൊക്കെ. അപ്പം ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ചൊരു ടഫ് അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യം എന്താണ് പ്ലാന്റ് ബ്രീഡിങ്. വാട്ട് ഈസ് പ്ലാന്റ് ബ്രീഡിങ്? പ്ലാന്റ് ബ്രീഡിങ് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് ബ്രീഡിങ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ചേഞ്ചിങ് ദ ജെനറ്റിക്സ് ഫോർ പ്ലാന്റ്സ് ഫോർ ബെനിഫിറ്റ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാന്റിനെ മാറ്റിയെടുക്കുന്നു. അതായത് ഞാൻ ഇവിടെ താഴെ ഒരു പിക്ചർ ശ്രദ്ധിച്ചേ. ഒരു നോർമൽ ഇപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് എന്ത്? തക്കാളിക്ക. തക്കാളി നമ്മൾക്ക് ഒരു വേണ്ടുന്ന തക്കാളി എങ്ങനെയാണ്? നിറയെ കാ പിടിക്കുന്ന, ഒരുപാട് അസുഖങ്ങളൊന്നും വരാത്ത നല്ലൊരു തക്കാളി മരം നമുക്ക് വേണ്ടുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളതോ ഒരു നോർമൽ ആയിട്ടുള്ള തക്കാളി. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യും? ജെനറ്റിക്കലി മോഡിഫൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് നമ്മൾക്ക് വേണ്ടുന്ന ഒരു തക്കാളി ചെടിയായിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ബ്രീഡിങ്. അപ്പോൾ എന്താണ്? നമുക്ക് ഹ്യൂമൻ കൈൻഡിന് ആവശ്യമായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു പ്ലാന്റിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന മുന്തിരിങ്ങയ്ക്കകത്തൊക്കെ സീഡ്ലെസ് ഗ്രേപ്സ്, അതുപോലെ സീഡ്ലെസ് പപ്പായ, അതുപോലെ യെല്ലോ ഫ്ലഷ്ഡ് വാട്ടർ മെലോണ്, അങ്ങനെയൊക്കെ കുറേ വരുന്നുണ്ട്. അതൊക്കെ പ്ലാന്റ് ബ്രീഡിങ് മൂലം നമ്മൾ അതിൻ്റെ ജെനറ്റിക്കലി മാറ്റി എടുത്ത് കുറച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുകയാണെങ്കിൽ നമ്മൾ പ്ലാന്റ് ബ്രീഡിങ് എന്താണെന്ന് പഠിച്ച് അതിൻ്റെ കൂടെ ഉള്ള ഒരാളാണ് ജെനറ്റിക്സ്. അപ്പം ജെനറ്റിക്സ് എന്താണ്? നമുക്ക് എല്ലാവർക്കും ജെനറ്റിക്സ് ഉണ്ടല്ലേ. ജെനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റിയുടെയും വേരിയേഷനെയും ഒരു സ്റ്റഡിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി ഹെറിഡിറ്റി? പാരമ്പര്യം. നമ്മൾ പറയത്തില്ലേ പാരമ്പര്യമാണെന്ന് പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹെറിഡിറ്റി എന്താണെന്ന് നോക്കിക്കേ. include those characters which are transmitted for generation to generation. അതായത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ചേഞ്ചസ് വരും. പാരമ്പര്യം എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത വേരിയേഷൻ എന്താണെന്ന് നോക്കിക്കേ. ദ ഡിഫറൻസസ് എമോങ് ദ ഇൻഡിവിജ്വൽ ഓഫ് എ സ്പീഷീസ് ഫോർ എ ക്യാരക്ടർ. ഓരോ ക്യാരക്ടറും അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കാണും. അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്നും പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എന്താണ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് ആണ് സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. അപ്പോൾ ഹെറിഡിറ്റിയുടെയും വേരിയേഷൻ്റെയും പഠിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ജെനറ്റിക്സ് എന്ന് പറയുന്നു. അപ്പോൾ ജെനറ്റിക്സ് എന്നാണ് നമ്മുടെ ഓർത്തെ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. അപ്പം നോക്കി എന്തായിരുന്നു പ്ലാന്റ് ബ്രീഡിങ്? പ്ലാന്റ് ബ്രീഡിങ് എന്ന് വെച്ചാൽ പ്ലാന്റ് ബ്രീഡിങ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ടു ചേഞ്ചിങ് ദ ജെനറ്റിക്സ് ഓഫ് പ്ലാന്റ്സ് ടു ദി ബെനിഫിറ്റ് ഓഫ് ഹ്യൂമൻ കൈൻഡ്സ്. അതായത് നമ്മൾ ഹ്യൂമൻസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ ചേഞ്ച് ചെയ്തെടുക്കുന്ന രീതിയാണ് പ്ലാന്റ് ബ്രീഡിങ്. അപ്പം ജെനറ്റിക്സ് എന്തായിരുന്നു നോക്കിക്കേ. സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, അതിനെയാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ദ എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സ് അഥവാ മോഡേൺ ജെനറ്റിക്സിൻ്റെ ഫാദർ ആരാണെന്ന്. എന്താണ് എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സ് അഥവാ മോഡേൺ ജെനറ്റിക്സിൻ്റെ ഫാദർ ആരാണ്? TH മോർഗൻ. അപ്പം TH മോർഗൻ ആരാണ്? ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടേം ജെനറ്റിക്സ് എന്ന വാക്കപ്പ് ആരാ കൊണ്ടുവന്നു? അപ്പോൾ ജെനറ്റിക്സ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ജെനറ്റിക്സ്? സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. അപ്പോൾ ഈ ജെനറ്റിക്സ് എന്നുള്ള വാക്കപ്പ് ആരാ കൊണ്ടുവന്ന് നോക്കണ്ടേ? അദ്ദേഹമാണ് ബാറ്റ്സൺ ആണ് എന്ത് കൊണ്ടുവന്നത്? ജെനറ്റിക്സ് എന്ന ടേം കൊണ്ടുവന്നത്. മനസ്സിലായോ? അപ്പം മോഡേൺ ജെനറ്റിക്സിന്റെ ഫാദർ ആരായിരുന്നു? TH മോർഗൻ. അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. അത് നമ്മുടെ മെന്റലാണ്. ഗ്രിഗർ ജോൺ മെന്റൽ നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. മെന്റൽസ് ലോ ഒക്കെ 3 ലോ ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്ത് കണ്ടുപിടിച്ചത്? ഗ്രിഗർ ജോൺ മെന്റലാണ് ആദ്യത്തെ ഫാദർ ഓഫ്
പ്ലാന്റ് ബ്രീഡിംഗ് അഥവാ ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് ആരാണ്? ഗ്രിഗർ ജോൺ മെൻഡൽ. അടുത്ത് നോക്കിക്കേ, ഈ വില്യം ജോഹാൻസൺ. നമ്മൾ ജെനറ്റിക്സ് എന്നുള്ള പാർട്ട് ഇനി കണ്ടിന്യൂസ് കേട്ട് വരുമ്പം നമ്മൾ അതിനകത്ത് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ജീൻ. അതായത് മലയാളത്തിലും ജീൻ ഘടകം എന്നൊക്കെ പറയാം. വില്യം ജോഹാൻസൺ 1909, ഈ ഇയർ പഠിച്ചോണം. വില്യം ജോഹാൻസൺ 1909 ജീൻ എന്ന ടേം കൊണ്ടുവന്നത്. അതൊരു കഴിഞ്ഞ ഒരു SSOD ടെസ്റ്റിനായാലും ബാംഗ്ലൂർ ടെസ്റ്റിനാണെങ്കിലും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു വാക്ക് തന്നിട്ട് അത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഏത് ലാംഗ്വേജിലാണ് നമ്മളുള്ളത് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അപ്പം ജീൻ എന്ന വാക്ക് അതൊരു ഗ്രീക്ക് വേർഡാണ്. ജീൻ അപ്പം എന്തൊരു വേർഡാണ്? ഒരു ഗ്രീക്ക് വേർഡാണ്. അതിനോടൊപ്പം തന്നെ ഈ വില്യം ജോഹാൻസൺ ജീൻ എന്ന വാക്ക് മാത്രമല്ലായിരുന്നു കൊണ്ടുവന്നത്. അദ്ദേഹം ടേം ജീനോ ടൈപ്പ് എന്നും ഫീനോ ടൈപ്പ് എന്നും ഉള്ള വേർഡുകൾ. അപ്പം എന്താണ് ജീനോ ടൈപ്പും ഫീനോ ടൈപ്പും? ഫീനോ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു പ്ലാന്റിനെ കാണുമ്പോൾ പ്ലാന്റിൻ്റെ എവിടെയൊക്കെ ശ്രദ്ധിക്കുന്നത്? പ്ലാന്റ് ലീഫ് ശ്രദ്ധിക്കാറുണ്ട്, അതിൻ്റെ ഹൈറ്റ്, ഫ്ലവറിൻ്റെ കളറ്, ഫ്ലവറിൻ്റെ സൈസ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന അതിനെയാണ് നമ്മൾ ഫീനോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ജീനോ ടൈപ്പ് എന്താണ്? അപ്പം മനസ്സിലായല്ലോ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ജീനോ ടൈപ്പ് ആണെന്ന്. കാരണം ഒരു പൊക്കം കൂടിയ ചെടിയും പൊക്കം കുറഞ്ഞ ചെടിയും, അപ്പം നമുക്ക് അതിൻ്റെ ജനറ്റിക്കലി നമ്മൾ അതിനെ നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് കുറേ ജീനുകൾ ഉണ്ടെന്നും ആ ജീനിൻ്റെ അഭാവം കൊണ്ടാണ് അത് ഡാർക്ക് ആയെന്നും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാബ് വഴി, അതായത് നമ്മൾ പഠിക്കുന്നവനെയാണ് നമ്മൾ ജീനോ ടൈപ്പ് എന്നും ഫീനോ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാവുന്ന അതിനെയാണ് നമ്മൾ ഫീനോ ടൈപ്പ് എന്ന് മനസ്സിലാവുന്നത്. അപ്പം ഈ ഒരു സ്ലൈഡിൽ നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒന്നാമത്തത് ഫാദർ ഓഫ് ജെനറ്റിക്സ്. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്? ഗ്രിഗർ ജോൺ മെൻഡൽ. ഞാൻ ഇവിടെ ഷോർട്ട് ഫോം ആയിട്ട് ജെ മെൻഡൽ എന്നാണ് ഇത്. ഗ്രിഗർ ജോൺ മെൻഡൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. രണ്ടാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് അഥവാ എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ്. ആരാണ്? TH മോർഗൻ. TH മോർഗൻ ആണ് ആര്? ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് അഥവാ എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പം നമ്മൾ പറഞ്ഞു 4 എറാസ് ഉണ്ട്. 4 നമ്മുടെ പ്ലാൻ ബ്രീഡിങ്ങിന് 4 കാലഘട്ടങ്ങളുണ്ട്. അതായത് ഒന്ന് പ്രീ മെൻഡേലിയൻ എറ, അതായത് ഗ്രിഗർ ജോൺ മെൻഡൽ എക്സ്പെരിമെന്റ് ചെയ്തതിന് മുന്നേ ഉള്ള സംഭവത്തെ പ്രീ മെൻഡേലിയൻ എറ എന്നും, അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്ത സമയത്തെ മെൻഡേലിയൻ എറ എന്നും, അത് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞ സമയത്തെ പോസ്റ്റ് മെൻഡേലിയൻ എറ എന്നും, അത് കഴിഞ്ഞുള്ള ഇപ്പോഴത്തെ മോഡേൺ എറ എന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ മോഡേൺ ജെനറ്റിക്സ് ആരാണ്? TH മോർഗൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർക്കണമല്ലോ. അപ്പം എറാസ് ചോദിച്ചു കഴിഞ്ഞാൽ, കാലഘട്ടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് 4 കാലഘട്ടങ്ങളാണ് എന്തിനുള്ളത്? ജെനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിങ്ങിന്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫാദറിനെ പറ്റി പരിചയപ്പെടാം. ഫാദറിനെ ഒന്നും മറക്കരുത്. എല്ലാ ഇതിനകത്തും മെയിനുള്ള ഫാദേഴ്സിനെയൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഗ്രിഗർ ജോൺ മെൻഡൽസിനെ പറയുകയാണ്. ഇദ്ദേഹമാണ് ഗ്രിഗർ ജോൺ മെൻഡൽ. അദ്ദേഹം ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തത് പീയിലായിരുന്നു. അത് വെറും പീ അല്ല, ഗാർഡൻ പീയിൽ. അപ്പം മനസ്സിലായല്ലോ, ഗാർഡൻ പീയിലായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പം ഗാർഡൻ പീയുടെ സയന്റിഫിക് നെയിം എന്താണ്? പിസം സറ്റേവം. ഗാർഡൻ പീയുടെ സയന്റിഫിക് നെയിം പിസം സറ്റേവം. ഇത് മറക്കത്തില്ലല്ലോ. അതിന്റെ ക്രോമസോം നമ്പർ 2n = 14. 2n = 14. അദ്ദേഹം പഠിച്ചത് 7 ക്യാരക്ടേഴ്സ്, അതായത് ഗാർഡൻ പീയുടെ 7 ക്യാരക്ടേഴ്സ് 4 ക്രോമസോമുകളെ വെച്ചിട്ടായിരുന്നു അദ്ദേഹം പഠിച്ചത്. അപ്പോൾ 7 ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഗ്രിഗർ ജോൺ മെൻഡൽ എക്സ്പെരിമെന്റ് ചെയ്ത് ഏത് പ്ലാന്റിലാണെന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ഏത് പ്ലാന്റിലായിരുന്നു? ഗാർഡൻ പീ ആണ്. ഗാർഡൻ പീയുടെ സയന്റിഫിക് നെയിം എന്താണ്? പിസം സറ്റേവം ആണ്. അതിന്റെ ക്രോമസോം നമ്പർ എന്താണ്? 2n = 14 ആണ്. പിന്നെ അദ്ദേഹം എത്ര ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു? 7 ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെയാണ് സീഡിന്റെ ഷേപ്പ്. അപ്പം ഒരു നമുക്കറിയാം പീക്കകത്ത് നിന്ന് പയർ കിട്ടും. പയറിനകത്ത് നിന്ന് ഓരോ അതിനകത്തെ ധാന്യം എടുക്കുമ്പോഴും ഓരോ ഷേപ്പ് ആയിരിക്കും. അദ്ദേഹം ആദ്യം സീഡിന്റെ ഷേപ്പ് പഠിച്ചു, സീഡിന്റെ കളർ പഠിച്ചു, പോഡിന്റെ ഷേപ്പ് പഠിച്ചു, പോഡ് കളറ്, ഫ്ലവറിന്റെ കളറ്, ഫ്ലവറിന്റെ ലൊക്കേഷൻ, അതുപോലെ ഫ്ലവറിന്റെ ഹൈറ്റ്, അതിങ്ങനെയുള്ള 7 ക്യാരക്ടേഴ്സ് ആയിരുന്നു അദ്ദേഹം പഠിച്ചത്. അപ്പം അദ്ദേഹം ഫീനോടൈപ്പിക് ക്യാരക്ടർ അല്ലേ അപ്പോൾ കൂടുതലും പഠിച്ചത്. നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു ആ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി വെക്കേണ്ട. ഇതിനകത്ത് ആകപ്പാടെ വരുന്ന 3 ക്വസ്റ്റ്യൻ, ഈ ഒരു സ്ലൈഡിൽ നിന്ന് ആകപ്പാടെ വരാനുള്ള 3 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രിഗർ ജോൺ മെൻഡൽ ഏത് പ്ലാന്റിലാണ് എക്സ്പെരിമെന്റ് നടത്തിയത്? ഫസ്റ്റ് എക്സ്പെരിമെന്റ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ പീ ആണ്. ഗാർഡൻ പീയുടെ സയന്റിഫിക് നെയിം അപ്പം എന്താണ്? പിസം സറ്റേവമാണ്. അതിന്റെ ക്രോമസോം നമ്പർ എങ്ങനെയായിരുന്നു? 2n = 14 ആയിരുന്നു. അദ്ദേഹം എത്ര ക്യാരക്ടേഴ്സ് പഠിച്ചു?
7 ക്യാരക്ടേഴ്സ് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്തിനൊക്കെ വേണ്ടി പ്ലാന്റ് ബ്രീഡിങ് ഉപയോഗിക്കുന്നത്? നമുക്ക് എന്താ സാധാ ഒരു ചെടി നട്ടാൽ പോരെ, നമുക്ക് വലിയ ഒന്നും വേണ്ട, ഒരു സാധാ ചെടി മതി, നമുക്ക് എന്തിനാ പ്ലാന്റ് ബ്രീഡിങ്? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ്. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ഒരു 4 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് 4 ഒബ്ജക്റ്റീവ്സ് ഒന്നുമല്ല, ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് മെയിനായിട്ട് 4 ഒബ്ജക്റ്റീവ്സ് ആണ്. ആദ്യത്തെയാണ് ഹയർ ഈൽഡ്. ഈൽഡ് കൂടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? എക്കണോമിക്കലി നമ്മൾ ഹ്യൂമൻസ് ബെറ്റർ ആവത്തുള്ളൂ, അല്ലേ? അതായത് ഒരു വലിയ തക്കാളി മരം, അതിനകത്ത് 2 തക്കാളി കിട്ടുന്നതാണോ, ഒരു അത്യാവശ്യം നല്ലൊരു തക്കാളി നിറയെ തക്കാളിക്ക് കിട്ടുന്നതാണോ നമുക്ക് നല്ലത്? ആ ഒരു അത്യാവശ്യം നല്ലൊരു തക്കാളിയിൽ നിന്ന് ഒത്തിരി തക്കാളിക്ക് കിട്ടുന്നതാണല്ലേ. അപ്പം നമുക്ക് എന്ത് വേണം? ഈൽഡ് വേണം. അപ്പം ഈൽഡ് എന്താണ്? വിളവ്. അപ്പം ഈൽഡ് എന്താണ്? അപ്പം വിളവ് കൂടണം. അപ്പം നമുക്ക് എന്ത് വേണം? വിളവ് കൂടണം. പിന്നെ അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. നോക്കി, ഒരുപാട് ഈൽഡ് കിട്ടി, പക്ഷെ ആ വരുന്ന തക്കാളിക്കോ ചില്ലിയൊക്കെ പന്നലായിട്ട് ചളുങ്ങി കുളുങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് മേടിക്കാൻ തോന്നും ഇല്ല. അപ്പം അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം റൈസിൻ്റെ ആണെങ്കിൽ തന്നെ നമ്മൾ ആ ചോറ് കഴിക്കുമ്പോൾ നമുക്കൊരു രുചി കിട്ടണമെങ്കിലൊക്കെ അതിൻ്റെ എന്ത് ഇമ്പ്രൂവ് ചെയ്യണം? ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. മൂന്നാമത്തത് ഡിസീസ് റെസിസ്റ്റൻറ്റ്. നമുക്ക് ഒരുപാട് ഈൽഡും കിട്ടി, പക്ഷേ ഒരുപാട് നിറയെ നല്ല നല്ല തക്കാളിക്കും കിട്ടി, പക്ഷേ അതിനകത്ത് മൊത്തം പുഴുവും അതുപോലെ ഓരോരോ ഡിസീസുകൾ അസുഖങ്ങൾ വന്ന് പോവുകയാണെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് വേണം? ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് അസുഖങ്ങളും ഇല്ലാത്ത പ്ലാന്റ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അസുഖങ്ങളില്ലാത്ത പ്ലാന്റ്സ് ഇപ്പോൾ എന്താണ്, നമുക്കൊക്കെ നമുക്കൊക്കെ ഓരോ വാക്സിൻ എടുക്കത്തില്ലേ, അതുപോലെ തന്നെ പ്ലാന്റ്സിന് എടുക്കാൻ പറ്റുന്ന കുറേ എന്താണ് ഫംഗിസൈഡ്, ഹെർബിസൈഡ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അടുത്തത് വൈഡർ അഡാപ്റ്റബിലിറ്റി. അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും പല ക്ലൈമറ്റാണ്. ഇപ്പം നമ്മുടെ ഇടുക്കി തണുപ്പത്ത് വളരുന്ന ഒരു ചെടീനെ നമ്മൾ ഇവിടെ കൊല്ലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ആ ഒരു ക്ലൈമറ്റ് കിട്ടാതെ ഉണങ്ങിപ്പോവില്ലേ? പക്ഷേ അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവ്, അതായത് എവിടെ കൊണ്ടുവച്ചാലും അതിന് കിളിക്കുമെന്നുള്ള കഴിവേയാണ് നമ്മൾ വൈഡർ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അഡാപ്റ്റബിലിറ്റി അപ്പോൾ എന്താണ്? കഴിവ്. ആ ഒരു വൈഡറായിട്ട് അഡാപ്റ്റബിലിറ്റിയും കൂടെ നമ്മുടെ പ്ലാന്റ്സിന് വേണം. അപ്പം നമ്മൾ നോക്കിക്കേ, ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ക്യാബേജും കോളിഫ്ലവറൊക്കെ വരുന്നുണ്ടല്ലോ. ഈ ക്യാബേജും കോളിഫ്ലവറൊക്കെ കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അതിന് അഡാപ്റ്റബിലിറ്റി കൂട്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിങ്? എന്തൊക്കെയായിരുന്നു? ഹയർ ഈൽഡ് വേണം, വിളവ് കൂടണം, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി വേണം. അപ്പോൾ മനസ്സിലായി. അപ്പോൾ 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഞാനിവിടെ പറഞ്ഞു തന്നെ. ഏതൊക്കെയായിരുന്നു? ഹയർ ഈൽഡ്, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, ഡിസീസ് റെസിസ്റ്റൻ്റ്, വൈഡർ അഡാപ്റ്റബിലിറ്റി. ഓക്കെ, 4 പോയിന്റ് മനസ്സിലായല്ലോ. ഇനി അടുത്ത മെത്തേഡ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിങ്. നമുക്ക് ഒരുപാട് വേരിയസ് മെത്തേഡുകളുണ്ട് പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ. ഓക്കെ, various approaches that are used to genetic improvement of crop plants are referred to as plant breeding methods or plant breeding procedures. These are the plant breeding എന്താ പറയുന്നത്? അപ്പോൾ പറയുകയാണെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിങ് അത് നമുക്ക് ജെനറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലാന്റ് ബ്രീഡിങ്ങിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. കുറേച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. The choices of breeding methods mainly depend on, അതായത് നമ്മൾ ഒരു പ്ലാന്റ് എടുത്ത് അതിനെ ബ്രീഡ് ചെയ്യണമെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യമുള്ള 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണം. ഒന്നാമത്തത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അത് എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ്റെ പ്രത്യുൽപാദനം ചെയ്യുന്നത്. 2 മോഡ് ഓഫ് പോളിനേഷൻ. പോളിനേഷൻ അപ്പോൾ എന്താണെന്ന് അറിയാമോ? നമ്മൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് പോളിനേഷൻ. അതായത് പരാഗണം ചെയ്യുക, അതാണ് പറയുന്നത്. അപ്പം വേണം മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വേണം, മോഡ് ഓഫ് പോളിനേഷൻ വേണം, അതുപോലെ ബ്രീഡിങ് ഒബ്ജക്റ്റീവ് ഓഫ് ക്രോപ്പ് സ്പീഷ്യസ് വേണം. ആദ്യം നമുക്ക് നോക്കാം മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. നമുക്ക് പ്ലാന്റ്സിന് 2 ടൈപ്പിലുള്ള റീപ്രൊഡക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ 2 ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ അവിടെ മെയിലോ ഫീമെയിലോ ഒന്നുമില്ല, മനസ്സിലായോ? അസെക്ഷലാണ്, അവിടെ സെക്ഷൽ നടക്കുന്നില്ല, അപ്പം അസെക്ഷൽ ആണ്. അപ്പം ഇവിടെ എന്താണ്? ഡു നോട്ട് ഇൻവോൾവ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്. അവിടെ മെയിൽ ഫീമെയിൽ ആൻഡ് ഗ്യാമേറ്റ്സിന് അവിടെ ഒരു ഇൻവോൾവും ഇല്ല. അതിനെയാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും
അതുപോലെ തന്നെ അപ്പോമിക്സിസ്. അപ്പോൾ മനസ്സിലായി, 2 ടൈപ്പിലുള്ള പ്രൊപ്പഗേഷൻസ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് എ വേ ഓഫ് മേക്കിംഗ് ന്യൂ പ്ലാന്റ്സ് വിത്തൗട്ട് സീഡ് ഓർ സ്പോർട്സ്. അതായത് ഒരു ന്യൂ പ്ലാന്റിനെ എന്ത് ചെയ്യുമ്പോഴാണ് മേക്ക് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അവിടെ വിത്തൗട്ട് സീഡിൻ്റെ ആബ്സെൻസിൽ ഒരു പ്ലാന്റിനെ പുതിയ ഒരു പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഞാൻ താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന ഉരുളൻകിഴങ്ങൊക്കെ അതിനകത്ത് നിന്ന് വിത്ത് പൊട്ടി വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ, അതായത് ഇഞ്ചിക്കകത്ത് നിന്നൊക്കെ വരുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വരുന്നത് ട്യൂബർ, ബൾബ്, റൈബോസോം, കോം, റണ്ണർ, സ്റ്റോൺ, സക്കർ. അപ്പം ഇതൊക്കെ എക്സാമ്പിളാണ്, ഇനിയും ഉണ്ട്. അപ്പോൾ കുറച്ച് മെയിനായിട്ടുള്ള ഞാൻ പറയട്ടെ, ഈ VHSC ഡിപ്ലോമയൊക്കെ ആകുമ്പം അത്ര ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. പക്ഷെ നമ്മളാണെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കുകയും വേണം. പക്ഷെ ഒരുപാട് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരില്ല എന്നാണ് ഇത്. അപ്പം നമ്മൾ പറഞ്ഞു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഡു നോട്ട് ഇൻവോൾവ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്. രണ്ടാമത് നോക്കിക്കേ, അതിനകത്ത് അസെക്ഷലി വരുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വെച്ചാൽ ഒരു ന്യൂ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യും വിത്തൗട്ട് സീഡ് ഇല്ലാതെ ഒരു ന്യൂ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വരുന്ന ട്യൂബറിനകത്ത് പൊട്ടറ്റോ, റൈസോം, ജിഞ്ചറിനകത്ത് റൈസോം, ബൾബിനകത്ത് ഒനിയൻ വരും, ബ്രയോഫില്ലം ഇലമുളച്ച് ചെടി, നമ്മളൊക്കെ പണ്ട് പുസ്തകത്തിൻ്റെ വെച്ച് സൂക്ഷിച്ച സാധനമാണ് ഇലമുളച്ച് ചെടി. അവനന്ന് വേര് കളിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പം അതെല്ലാം ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിളാണ്. പിന്നെ റൂട്ട് പ്രൊപ്പഗേഷൻ സ്വീറ്റ് പൊട്ടറ്റോ, റണ്ണറിന് എക്സാമ്പിളാണ് ഓക്സെയിൽസ്, സക്കറിന് എക്സാമ്പിളാണ് മിൻറ്റ്. ഓക്കെ, ഇത്രയും ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോമിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കോമിന് എക്സാമ്പിളാണ് ഗ്ലാഡിയോലസ് ആണ് കോമിന് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ കോമിന് എക്സാമ്പിൾ വരുന്നത് ഏതാണ്? ഗ്ലാഡിയോലസ് ആണ്. അപ്പം ട്യൂബറിന് എക്സാമ്പിൾ വരുന്നത് പൊട്ടറ്റോ. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. ട്യൂബറിന് എക്സാമ്പിൾ പൊട്ടറ്റോയും ട്യൂബറും. ഓക്കെ, അത് ഓർക്കുമല്ലോ. ബൾബിന് എക്സാമ്പിളാണ് ഒനിയൻ. അപ്പോൾ ഏതാണ്? ഒനിയൻ കണ്ടിട്ടില്ല, അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് പുതിയ ഇല കിളിച്ച് വരുന്നത് ബൾബിന് എക്സാമ്പിളാണ്. ഒനിയനും ബൾബും, പൊട്ടറ്റോയും ട്യൂബറും, റൈസോമും ജിഞ്ചറും, കോമും ഗ്ലാഡിയോലസും, റണ്ണറും ഓക്സെയിൽസ് അല്ലെങ്കിൽ സ്ട്രോബെറി വരാം. അതുപോലെ സക്കർ വരുന്നത് മിൻറ്റ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ബ്രയോഫില്ലം അപ്പോൾ ഏതാണ്? ഇലമുളച്ച് ചെടി. ബ്രയോഫില്ലം വരുന്നത് നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അപ്പോൾ എന്താണെന്ന് പഠിച്ചാൽ അവിടെ അപ്പോൾ എന്താണ് മെയിലും ഫീമെയിലും തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നില്ല. അതിനകത്ത് വരുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറഞ്ഞു. അവിടെ എന്താണ് പ്ലാന്റ്സ് വിത്തൗട്ട് സീഡ്, അതായത് പുതിയ പ്ലാന്റ് ഡെവലപ്പ് ആവും, പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല? ഒരു വിത്തൗട്ട് സീഡ് നടക്കുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു. പൊട്ടറ്റോയുടെ ട്യൂബർ, ജിഞ്ചറിലെ റൈസോം, അതുപോലെ ബൾബിലെ ഓനിയൻ, റണ്ണേഴ്സിനകത്ത് വരുവാണെങ്കിൽ ഓക്സെയിൽസ്, സക്കറി വരുവാണെങ്കിൽ മിൻറ്റ്, ലീഫിൽ വരുവാണെങ്കിൽ ബ്രയോഫില്ലം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ വേറൊരെണ്ണമാണ് അപ്പോമിക്സിസ്. എന്താണ് അപ്പോമിക്സിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ന്യൂ പ്ലാന്റ്സ് മേ എറൈസ് ഫ്രം എംബ്രിയോ ദാറ്റ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതായത് അവിടെ സീഡ് ഉണ്ടാവും, അവിടെ എന്തുണ്ടാവും? സീഡ് ഉണ്ടാവും. പക്ഷേ അവിടെ ഫെർട്ടിലൈസ്ഡ് സീഡ് അല്ല. ഫെർട്ടിലൈസ്ഡ് സീഡ് ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു പുതിയൊരു ജനറേഷൻ കിട്ടത്തുള്ളൂ. അതായത് നമ്മളുടെ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ബനാനയ്ക്കകത്ത് സീഡുണ്ട്, ആ സീഡ് ആരെങ്കിലും കുഴിച്ചിട്ട് ബനാന വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇതൊക്കെ അപ്പോമിക്സിന്റെ ഭാഗമായിട്ടാണ്. അതായത് ന്യൂ പ്ലാന്റ്സ് മേ എറൈസ് ഫ്രം എംബ്രിയോസ് ദാറ്റ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതായത് സീഡ്സ് ആർ ഫോംഡ് എംബ്രിയോ ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സീഡ് ഫോം ചെയ്യുന്നുണ്ട് അവിടെ, പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല? ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് അപ്പോൾ എവിടെയാണ്? അതിൻ്റെ ഫ്ലവർ ആണ്. ഓക്കെ, അത് പറഞ്ഞ അസെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് വരികയാണെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്.
അതായത് നോർമൽ ആയിട്ടുള്ളതുപോലെ തന്നെ മെയിലും ഫീമെയിലും കൂടെ എന്താണ് കൂടി ചേർന്ന് കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു സൈഗോട്ട് ടു ഡെവലപ്പ് ഇൻ എംബ്രിയോ. അതായത് മെയിലും ഫീമെയിലും കൂടെ ചേർന്നിട്ട് അവിടെ പുതിയൊരു സീഡ് ഉണ്ടാവും. അതായത് അവിടെ എന്തോ ഉണ്ടാവും? എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നവരാണ്. ആ എംബ്രിയോ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് എന്തോ ആയിട്ട് മാറും? ഒരു സീഡായിട്ട് മാറും. ഇതാണ് ഒരു പ്ലാന്റ് പാർട്ട്. ഇപ്പൊ ഇത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊരു പ്ലാന്റ് പാർട്ടാണ്. ഇതിനകത്ത് പെറ്റലുണ്ട്, സെപ്പലുണ്ട്, അതുപോലെ പോളൻ ട്യൂബ് ഉണ്ട്. ഞാൻ ഈ വരച്ചിട്ടൊക്കെ ഇത്രയും ഭാഗമാണ് പോളൻ ട്യൂബിനകത്ത് വരുന്നതാണ്. ഇത് ആന്തറുണ്ട്, ഫിലമെന്റ് ഒക്കെ ഉണ്ട്. അപ്പം മെയിൽ പാർട്ടിനെ നമ്മൾ സ്റ്റേമൻ എന്നാണ് വിളിക്കുന്നത്. എന്ത്? മെയിൽ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേമൻ എന്നും ഫീമെയിൽ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് പിസ്റ്റിൽ എന്നുമാണ്. അപ്പം സ്റ്റേമൻ എന്താണ്? മെയിൽ പാർട്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ, ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ സ്റ്റേമൻ എന്നും, അതുപോലെ തന്നെ എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഫ്ലവറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ പിസ്റ്റിൽ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഈ സ്റ്റേമൻസിനകത്ത് എന്തൊക്കെയുണ്ട്? ആന്തറും ഫിലമെന്റുമാണ് നമ്മുടെ സ്റ്റേമനകത്ത് ഉള്ളത്. അപ്പൊ സ്റ്റേമനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ആന്തറും ഫിലമെന്റും. മനസ്സിലായോ? അടുത്ത ഫീമെയിൽ പാർട്ടിനകത്ത് അപ്പം എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കേ. ഇത്രയും ഭാഗമാണ് ഫീമെയിൽ. ഓവ്യൂളുണ്ട്, പോളൻ ട്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ഓവറി ഉണ്ട്, സ്റ്റൈലുണ്ട്, സ്റ്റിഗ്മയൊക്കെ എവിടെയുണ്ട്? പിസ്റ്റിലിനകത്തുണ്ട്. പിസ്റ്റിൽ സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്, ഓവ്യൂളുണ്ട്. അപ്പം നമ്മൾ ഫീമെയിൽ പാർട്ടിന് പിസ്റ്റിൽ എന്നറിയപ്പെടുന്നു. പിസ്റ്റിലിൽ അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത്? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. അപ്പോൾ സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും അടങ്ങിയിരിക്കുന്ന പാർട്ടാണ് പിസ്റ്റിൽ പാർട്ട്. പിസ്റ്റിൽ പാർട്ട് അപ്പോൾ എന്താണ്? ഫീമെയിൽ പാർട്ടാണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്ക് കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് പോളിനേഷൻ സംഭവിക്കുന്നത് ചിലപ്പോൾ കാറ്റിലൂടെ പോളിനേഷൻ സംഭവിക്കാം, ചില ജീവികളിലൂടെ പോളിനേഷൻ സംഭവിക്കാം, വെള്ളത്തിലൂടെ പോളിനേഷൻ സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആന്തർ, അത് പോളൻ ഗ്രെയിൻസ് കണ്ടെയ്നിങ് സ്പേം ന്യൂക്ലിയ, ഇതാണ് നമ്മളുടെ മെയിൽ പാർട്ട്. അതായത് നമുക്ക് പോളിനേഷൻ വന്നിട്ട് നമുക്ക് നിറയെ പോളൻ ഗ്രെയിൻസ് ഉള്ളത്. പോളിനേഷന്റെ ഭാഗമായിട്ട് ഇതാണ് ഫീമെയിൽ പാർട്ട്. ഓക്കെ, ഈ ഫീമെയിൽ പാർട്ടിന്റെ പോളൻ ട്യൂബ് വഴി ഇവ എന്ത് ചെയ്യും? അകത്തേക്ക് എൻട്രി ചെയ്യും. എൻട്രി ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഈ ഓവറിയുമായിട്ടൊക്കെ ഇത് കൂടിയിട്ട് അവർക്ക് എഗ്ഗ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? എഗ്ഗ് ഫോം ചെയ്യും. ഈ എഗ്ഗ്, ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അത് എന്തുമായിട്ട് മാറും? ഒരു സീഡായിട്ട് മാറും. അപ്പം ഫെർട്ടിലൈസ്ഡ്, അപ്പം ഇതിനകത്ത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സീഡിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ അപ്പം എന്താ പറയും? ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ അഥവാ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീഡ് എന്ന് പറയുന്നത്. അപ്പം ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് അഥവാ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ ഈസ് നോൺ ആസ് സീഡ് എന്ന് പറയുന്നത്. ഈ സീഡ് നട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയൊരു പ്ലാന്റ് ഫോം ചെയ്യത്തുള്ളൂ. ആ മെച്യൂർ പ്ലാന്റിൽ നിന്ന് വീണ്ടും എന്ത് ഫോം ചെയ്യും? ഫ്ലവർ ഫോം ചെയ്യും. ആ ഫ്ലവർ പിന്നെയും പോളിനേഷൻ സംഭവിച്ച് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പം നമുക്ക് ഇതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മനസ്സിലായോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ അപ്പോൾ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ഓഫ് ഫ്രം സൈഗോട്ട് വിച്ച് ഡെവലപ്പ് ഇൻ എംബ്രിയോ. അപ്പം ഫ്യൂഷൻ, മെയിലും ഫീമെയിലും തമ്മിലുള്ള ഫ്യൂഷൻ നടന്നിട്ട് അവിടെ ഒരു എംബ്രിയോ ഫോം ചെയ്യും. അപ്പം നോക്കിക്കേ, മെയിൽ പാർട്ടിനെ പറയുന്ന പേര് സ്റ്റേമൻ എന്നും ഫീമെയിൽ പാർട്ടിനെ പറയുന്ന പേര് പിസ്റ്റിൽ എന്നുമാണ്. സ്റ്റേമൻസിനകത്ത് എന്തൊക്കെയുണ്ട്? ആന്തറും അതുപോലെ തന്നെ ഫിലമെന്റും ഉണ്ട്. ആന്തറും ഫിലമെന്റുമാണ് സ്റ്റേമൻസിനകത്തുള്ളത്. പിസ്റ്റിലിനകത്തുള്ളതാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഈ 3 പാർട്ടും പിസ്റ്റിലിനകത്താണ് കാണപ്പെടുന്നത്. ഇതാണ് നമ്മളുടെ ഒരു പോളിനേഷൻ. മനസ്സിലായി? മെയിലും ഫീമെയിലും കൂടെ കൂടി ചേർന്നിട്ട് എങ്ങനെയാണ് പുതിയ ഒരു സീഡ് ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൈക്കിളാണ് ഇത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മോഡ് ഓഫ് പോളിനേഷൻ. ഇപ്പം നമ്മൾ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മോഡ് ഓഫ് പോളിനേഷൻ. ദ പ്രോസസ് ബൈ വിച്ച് പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. അതായത് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫീമെയിൽ പാർട്ടും മെയിൽ പാർട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് ഇതാണ് ആന്തർ, ഇതാണ് സ്റ്റിഗ്മ. അപ്പം ഇവിടെ നോക്കിക്കേ, ദ പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ്. അതായത് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട്. അപ്പോൾ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫറിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? അത് നോക്കിക്കേ, ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് ഈ മെയിൽ പാർട്ട്. അപ്പം നോക്കിക്കേ, ഇത് ആന്തർ, ഇത് സ്റ്റിഗ്മ. അപ്പം ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ടുള്ള പോളിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫർ ആന്തർ ടു സ്റ്റിഗ്മ, അതായത് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ടുള്ള പോളൻ ഗ്രെയിൻസ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പം മെയിൽ പാർട്ടിൽ നിന്ന് ഫീമെയിൽ പാർട്ടിലോട്ട് എന്ത് വരണം? ഈ പോളൻസ് വരണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. അതിനകത്ത് ആദ്യത്തെയാണ് പണ്ട് സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ഓട്ടോഗമി എന്നും അല്ലോഗമി എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസിനകത്ത് ഓട്ടോഗമിയും അല്ലോഗമിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓട്ടോഗമി അല്ലോഗമി എന്താണ്? ഓട്ടോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ, അല്ലോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് പോളിനേഷൻ. അപ്പോൾ ഓട്ടോയും സെൽഫും ഇങ്ങനെ പഠിച്ചു വെക്കണം. ഓട്ടോയും സെൽഫും അല്ലോയും ക്രോസും. എളുപ്പമാണല്ലോ. ഓട്ടോ, സെൽഫ്, അല്ലോ, ക്രോസ്. അപ്പോൾ സെൽഫ് പോളിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഉണ്ട്. അവർക്ക് വേറൊരു പോളിനേറ്ററിൻ്റെ സഹായമൊന്നും വേണ്ട, അവർക്ക് സ്വന്തമായിട്ട് പോളിനേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം അനദർ ടു സ്റ്റിഗ്മ ഓഫ് എ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ അതുപോലെ തന്നെ എന്താണ് ആന്തറും സ്റ്റിഗ്മയും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആന്തർ ടു സ്റ്റിഗ്മ ടു സെയിം ഫ്ലവർ, അതായത് ഒരു ഫ്ലവറിൽ തന്നെ എന്തുണ്ട്? ആന്തറും സ്റ്റിഗ്മയും ഉണ്ട്. അവരുടെ എന്തിനാണ് ട്രാൻസ്ഫറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു പ്ലാന്റിൽ തന്നെ ഫീമെയിൽ പാർട്ടും മെയിൽ പാർട്ടും ഉണ്ട്, അവരങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ സെൽഫ് പോളിനേഷൻ അഥവാ ഓട്ടോഗമി എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ഓട്ടോഗമിക്ക് എക്സാമ്പിളാണ് അഥവാ സെൽഫ് പോളിനേഷൻ എക്സാമ്പിളാണ് ടൊമാറ്റോ, റൈസ്, വീറ്റ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിച്ച എന്താണ്? ഓട്ടോഗമി അഥവാ സെൽഫ് പോളിനേഷൻ. അപ്പോൾ എന്താണെന്ന് വേണം. അപ്പോൾ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട്, അതായത് പോളൻ ഗ്രെയിൻസ് ഫോം ഫ്രം ദി ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ, അതായത് ഒരു ഫ്ലവറിൽ തന്നെ ആന്തർ സ്റ്റിഗ്മയുണ്ട്, അവരങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്ന. ഓട്ടോഗമി സെൽഫ് പോളിനേഷൻ അഥവാ ഓട്ടോഗമി എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് ടൊമാറ്റോ, റൈസ്, വീറ്റ്. ഇതൊക്കെയാണ്. മോർ എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ കുറച്ച് 2-3 എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടൊമാറ്റോ ഒരു സെൽഫ് പോളിനേറ്ററാണ്, റൈസ് ഒരു സെൽഫ് പോളിനേറ്ററാണ്, വീറ്റ് ഒരു സെൽഫ് പോളിനേറ്ററാണ്. അപ്പം അവരുടെ പ്ലാന്റ്സിനകത്ത് തന്നെ എന്തുണ്ട്? ഫീമെയിൽ പാർട്ടും മെയിൽ പാർട്ടും ഉണ്ട്. അതുകൊണ്ട് അവർ അവിടെ വെച്ച് തന്നെ ആ ഒരു ട്രാൻസ്ഫർ നടത്തും. നെക്സ്റ്റ് പറയുന്നത് അല്ലോഗമി അഥവാ ക്രോസ് പോളിനേഷൻ എന്താണ്? അതായത് ഇവിടെ പറയുന്നത് ഒരു സെയിം ഫ്ലവറിൽ തന്നെ അവർ പോളൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിന് സ്റ്റിഗ്മ എന്നായിരിക്കും. ഒരു പ്ലാന്റിൽ നിന്ന് വേറൊരു പ്ലാന്റിലോട്ട് പോളിനേഷൻ സംഭവിക്കുന്നതാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ചില്ലിയുടെ ഈ ചില്ലി 2 ചില്ലി, ഇവിടെ ഒരു ചില്ലിയുണ്ട്, ഇവിടെ ഒരു ചില്ലിയുണ്ട്. ഇതിനകത്തെ മെയിൽ പാർട്ട് ട്രാൻസ്ഫർ ആയിട്ട് ഈ പ്ലാന്റിലെ ഫീമെയിൽ പാർട്ടി വരും. അതായത് ഒരു പ്ലാന്റിൽ തന്നെ ഫീമെയിലും മെയിലും ഇല്ലാതെ ഒരു പ്ലാന്റിൽ നിന്ന് വേറൊരു പ്ലാന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, പ്ലാന്റ്സ് ടു ദി സ്റ്റിഗ്മ ഓഫ് അനദർ പ്ലാന്റ്. അതിനാണ് അതായത് പോളൻ ഗ്രെയിൻസ് ഫ്രം ആൻ പ്ലാന്റ്, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി പ്ലാന്റ് ടു ദി സ്റ്റിഗ്മ ഓഫ് അനദർ പ്ലാന്റ്. അതായത് ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്ക് പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്രയും നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോയാലോ? അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു എന്താണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്നൊന്ന് പഠിച്ചു. പ്ലാന്റ് ബ്രീഡിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് സയൻസ് ഓഫ് ചേഞ്ചിങ് ജെനറ്റിക്സ് ഓഫ് പ്ലാന്റ്സ് ബെനിഫിറ്റ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ ചേഞ്ച് ചെയ്തെടുക്കുന്ന രീതിയാണ് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ആ പ്ലാന്റ് ബ്രീഡിങ്ങിനകത്ത് അടുത്ത് വരുമ്പോഴാണ് ജെനറ്റിക്സ് എന്താണെന്ന്. ജെനറ്റിക്സ് അപ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. നമ്മുടെ പാരമ്പര്യം എന്ന് നമുക്കുണ്ടെന്ന് തനതായ സ്വഭാവങ്ങളും വെച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെറിഡിറ്റി മനസ്സിലായാലും ഹെറിഡിറ്റി മീൻസ് ട്രാൻസ്ഫേർഡ് ജനറേഷൻ. നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പുറകെ ഒരു പാരമ്പര്യം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയുടെയൊക്കെ ഒരു സ്വഭാവം നമുക്ക് ഇപ്പോഴും കാണും. അതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. വേരിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യർക്കും ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടർ കാണും. അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു മോഡേൺ ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് TH മോർഗൻ ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ജെനറ്റിക്സ് ആരാണ്? ഗ്രിഗർ ജോൺ മെൻഡലാണ്. ജീൻ എന്ന വാക്ക് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. വില്യം ജൊഹാൻസൺ ആണ് ജീൻ എന്ന നെയിം കൊണ്ടുവന്നത്. അതുപോലെ ജീനോടൈപ്പും ഫിനോടൈപ്പും എന്നുള്ള വേർഡും കൊണ്ടുവന്നത് ആരാണ്? വില്യം ജൊഹാൻസൺ ആണ്.
അതുപോലെ 4 എറകളുണ്ടെന്ന് പഠിച്ചു, 4 കാലഘട്ടങ്ങളുണ്ടെന്ന് പഠിച്ചു. ഒന്നാമത്തെ പ്രീ മെൻഡേലിയൻ എറ, മെൻഡേലിയൻ എറ, പോസ്റ്റ് മെൻഡേലിയൻ എറ, മോഡേൺ എറ. പിന്നെ നമ്മൾ മെൻഡലിനെ പറ്റി പഠിച്ചു, ജോൺ മെൻഡലിനെ പറ്റി പഠിച്ചു. അദ്ദേഹം ആദ്യമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തത് പിസം സറ്റേവം, അതായത് ഗാർഡൻ പീലാണ്. നോർമൽ പീ അല്ല, ഗാർഡൻ പീയിലായിരുന്നു അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് പഠിച്ചു, പിസം സറ്റേവമാണ്. ക്രോമസോം നമ്പർ 2n=14 ആണെന്ന് പറഞ്ഞു. അദ്ദേഹം 7 ക്യാരക്ടേഴ്സിനെ പറ്റി ആണ് പഠിച്ചത്. 4 ക്രോമസോമുകളും പഠിച്ചു. 7 ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണത്? സീഡിൻ്റെ ഷേപ്പ്, സീഡിൻ്റെ കളറ്, പോഡിൻ്റെ ഷേപ്പ്, പോഡ് കളറ്, ഫ്ലവറിൻ്റെ കളറ്, ഫ്ലവറിൻ്റെ ലൊക്കേഷൻ, പ്ലാന്റ് സൈസ്, അതൊക്കെയാണ് പഠിച്ചത്. ഹൈറ്റ്, അതൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം കളറിനെ യെല്ലോ എന്നും അതുപോലെ ഗ്രീൻ എന്നും യെല്ലോ എന്നും തിരിച്ചിരുന്നു. ഷോർട്ട് പ്ലാന്റ് ആണോ, അതായത് പ്ലാന്റ് സൈസിനെ അദ്ദേഹം ഹൈറ്റ് കൊണ്ടായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. അതുപോലെ ലൊക്കേഷൻ, ടെർമിനൽ ലൊക്കേഷൻ. അപ്പോൾ കുറച്ചും കൂടി ഇത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട വർത്തി. നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കണം, പക്ഷെ ഒന്നും ഡീറ്റെയിൽ ആക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 7 ക്യാരക്ടേഴ്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ വരും, മെൻ്റൽ എത്ര ക്യാരക്ടേഴ്സിനെ പറ്റിയായിരുന്നു പഠിച്ചത്? പക്ഷേ 7 ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. 2n=14 ആണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാൻ ബ്രീഡിങ്. പ്ലാൻ ബ്രീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ഞാൻ 4 ഒബ്ജക്റ്റീവ് പറഞ്ഞു. എന്നാൽ നമുക്ക് വിളവ് കൂടണം, ഹയർ ഈൽഡ് വേണം, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി വേണം, ഡിസീസ് റെസിസ്റ്റൻറ്റ് വേണം, വൈഡർ അഡാപ്റ്റബിലിറ്റി വേണം. അടുത്ത് നോക്കിയേ, മെത്തേഡ്സ് ഓഫ് പ്ലാൻ ബ്രീഡിങ്. അപ്പം മെത്തേഡ്സ് ഓഫ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാന്റിനെ ബ്രീഡ് ചെയ്യണമെങ്കിൽ, പുതിയൊരു പ്ലാന്റ് ആക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറച്ച് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ്. അത് ഏതൊക്കെയാണെന്ന് ഒന്നാമത് റീപ്രൊഡക്ഷൻ, അവരെങ്ങനെ റീപ്രൊഡക്ഷൻ ചെയ്യുന്നു എന്നതും, പിന്നെ മോഡ് ഓഫ് പോളിനേഷൻ എങ്ങനെയാണെന്നതും, പിന്നെ ബ്രീഡിങ് ഒബ്ജക്റ്റീവ് ഫ്രം ക്രോപ്പ് സ്പീഷീസ്. ഓരോ ക്രോപ്പ് സ്പീഷീസും ഓരോ ഒബ്ജക്റ്റീവുകളാണ്, അതെങ്ങനെയാണെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാനിവിടെ പറയാൻ വന്ന് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. 2 ടൈപ്പുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് വരുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും അപ്പോമെക്സിസും. അപ്പം അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ അവിടെ പുതിയ പ്ലാന്റ് ഫോം ചെയ്യുമ്പോൾ അവിടെ മെയിലും ഫീമെയിലും തമ്മിൽ ഫ്യൂഷനൊന്നും നടക്കുന്നില്ല. അതിനകത്ത് വേണം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ് വരുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് വെച്ചാൽ ന്യൂ പ്ലാന്റ് ഫോം ചെയ്യും വിത്തൗട്ട് സീഡ്. ഒരു സീഡ് ഇല്ലാതെ ന്യൂ പ്ലാന്റ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന എക്സാമ്പിളാണ് ട്യൂബർ. ട്യൂബറിനകത്ത് വരുന്ന എക്സാമ്പിൾ പൊട്ടറ്റോ. അതുപോലെ ബൾബിനകത്ത് വരുന്ന എക്സാമ്പിൾ ഓനിയൻ. റൈസോമിനകത്ത് വരുന്ന എക്സാമ്പിൾ ജിഞ്ചർ. കോമിനകത്ത് വരുന്ന എക്സാമ്പിൾ ഗ്ലാഡിയോലസ്. റണ്ണറിന് വരുന്ന എക്സാമ്പിൾ ഓക്സൈൽസ് അഥവാ സ്ട്രോബെറീസ്. സക്കേഴ്സിന് വരുന്നത് മിൻറ്റ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഇല മുളച്ച ചെടി, അതിനൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ്. സ്വീറ്റ് പൊട്ടറ്റോ, അതൊക്കെ. ഇനി അടുത്ത അപ്പോമിക്സിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ന്യൂ പ്ലാന്റ് ഫോം ചെയ്യും. പക്ഷേ ആ ന്യൂ പ്ലാന്റിന് എന്തായിരിക്കും, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അവിടെ ഒരു ന്യൂ പ്ലാന്റ് ഫോം ചെയ്യുന്നത് അവിടെ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് കാണത്തില്ല. അതായത് അവിടെ ഒരു എഗ്ഗ് ഫോം ചെയ്യും, പക്ഷേ അതൊരിക്കലും ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ആയിരിക്കത്തില്ല. ന്യൂ പ്ലാന്റ്സ് മേ അറൈസ് ഫ്രം ദ എംബ്രിയോസ് ദാറ്റ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സീഡ്സ് ആർ ഫോംഡ് ബട്ട് ദ എംബ്രിയോസ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇവിടെ സീഡ് ഫോം ചെയ്യും, പക്ഷേ ആ സീഡുകൾ എന്തല്ല, അതൊരു ഫെർട്ടിലൈസ്ഡ് സീഡല്ല. ഫെർട്ടിലൈസ്ഡ് സീഡാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സീഡ് നട്ടിട്ട് പുതിയൊരു ചെടി ഉണ്ടാകത്തുള്ളൂ. ഇനി അടുത്ത സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു സെക്ഷൽ പാർട്ട് ഏതാണ്, ഫ്ലവറാണ്. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ തമ്മിലാണ് മെയിൽ പാർട്ടും ഫീമെയിൽ അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്. അതായത് മെയിലും ഫീമെയിൽ ഗ്യാമേറ്റ്സ് നമ്മൾ ഫ്യൂഷൻ നടന്ന് അവിടെ ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. വിച്ച് ഡെവലപ്പൻ ആ സൈഗോട്ട് എന്തുമായിട്ട് മാറും, ഒരു എംബ്രിയോ ആയിട്ട് മാറും. അപ്പം മെയിലും ഫീമെയിലോടെ ഫ്യൂസ് ചെയ്ത് അവിടെ ഒരു സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. അതിനകത്ത് വരുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പാർട്ടിനകത്ത്, പ്ലാന്റ്സിനകത്ത് വരുന്നതാണ്. മെയിൽ പാർട്ടിനെ നമ്മൾ സ്റ്റേമൻ എന്നും ഫീമെയിൽ പാർട്ടിനെ നമ്മൾ പിസ്റ്റിൽ എന്ന് പറയും. അപ്പോൾ സ്റ്റേമിനകത്ത് ആന്ത്രും ഫിലമെൻറ്റുമാണ് ഉള്ളത്. പിസ്റ്റിലിനകത്ത് വരുന്നത് സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയുമാണ്. അടുത്ത് ഇതാണ് പോളിനേഷൻ. അതായത് നമ്മളൊരു പ്ലാന്റിൽ നിന്ന് മെയിൽ പാർട്ട് അതൊരു പോളിനേറ്റർ വഴിയിട്ട് പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ പാർട്ടിൻ്റെ പോളൻ ട്യൂബിലേക്ക് എൻട്രി ചെയ്യുന്നു. അവിടെ വന്നിട്ട് സ്റ്റിഗ്മയുമായിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് ഓവറിയുമായിട്ട് ഫോം ചെയ്യപ്പെട്ടൊരു എഗ്ഗ് ഫോം ചെയ്യുന്നുണ്ട്. ആ എഗ്ഗ് ഫെർട്ടിലൈസ്ഡ് ആയി മാറുകയും അതൊരു എഗ്ഗ് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു സീഡ് ഉണ്ടാവും. ആ സീഡ് വീണ്ടും നടുമ്പോൾ അവിടെ ഒരു പ്ലാന്റ് ഉണ്ടാകും. പിന്നെ ആ പ്ലാന്റ് ഫ്ലവറായിട്ട് വരുന്നു. ആ ഫ്ലവറിൽ നിന്ന് വീണ്ടും ഇതുപോലൊരു സൈക്കിളാണ് നടക്കുന്നത്. നെക്സ്റ്റ് മോഡ് ഓഫ് പോളിനേഷൻ. മോഡ് ഓഫ് പോളിനേഷൻ 2 ടൈപ്പിലുള്ള പോളിനേഷൻ ഉണ്ട്. ക്രോസ് പോളിനേഷൻ ഉണ്ട്, സെൽഫ് പോളിനേഷൻ ഉണ്ട്. അതിനകത്ത് സെൽഫ് പോളിനേഷൻ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പ്ലാന്റിൽ തന്നെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഉണ്ട്. അവർ പോളൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു പ്ലാന്റിൽ വെച്ച് തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നു.
സെൽഫ് പോളിനേഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടൊമാറ്റോ, റൈസ്, വീറ്റ്. ഓക്കെ, അടുത്ത് നോക്കിയേ. അടുത്ത ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ പോളിനേഷൻ സംഭവിക്കുന്നത് ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്കാണെങ്കിൽ അതിനെ ക്രോസ് പോളിനേഷൻ അഥവാ അല്ലോഗമി എന്ന് പറയുന്നു. അപ്പോൾ ഓട്ടോയും സെൽഫും, ഓട്ടോ, സെൽഫ്, അല്ലോ, ക്രോസ്, ഈ ഒരു ഇത് ഓർക്കണം. അപ്പോൾ ഓട്ടോ, സെൽഫ്, അല്ലോ, ക്രോസ്, ഓട്ടോ, സെൽഫ്, അല്ലോ, ക്രോസ്. അപ്പോൾ സെൽഫ് എന്ന് പറയുമ്പോൾ ആ പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിലും തമ്മിൽ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ നടക്കുന്നതിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ എന്നും, ക്രോസ് പോളിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ക്രോസ് പോളിനേഷൻ എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഓരോരോ വെറൈറ്റീസ് എല്ലാം ഫോം ചെയ്ത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു എയോടെ ടെസ്റ്റിന് വന്നൊരു അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ ടെസ്റ്റിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലാന്റ്സ്, ഒരു പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രീഡിങ് മെത്തേഡ്സിലൂടെയാണ്. അങ്ങനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത മഞ്ഞ ഫ്ലഷ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ മാംസം മഞ്ഞ കളറായിട്ടുള്ള സീഡില്ലാത്ത വാട്ടർമെലൺ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പം അതിൻ്റെ പേര് ഏതെന്നാണ്? ഓപ്ഷൻ എ ഷുഗർ ബേബി, ആർക്കാമാണി, ഷോണിമ, സ്വർണ. ഏതായിരിക്കും ആൻസർ വരുന്നത്? നമ്മുടെ KAU റിലീസ് ചെയ്ത സീഡില്ലാത്ത മഞ്ഞ മാംസമുള്ള ഒരു തണ്ണിമത്തൻ്റെ വെറൈറ്റി, അതായത് വാട്ടർമെലോണിൻ്റെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വർണ്ണയാണ്. ഏത്? സ്വർണ്ണ. അപ്പം സ്വർണ്ണത്തിൻ്റെ നിറം ഏതാണ്? മഞ്ഞ. അപ്പം അങ്ങനെ ഓർത്തിരിക്കാം. മഞ്ഞ കളറ്, ഫ്ലഷിനെല്ലാം മഞ്ഞ കളറായിരിക്കും. അതുപോലെ തന്നെ അത് സീഡ് കാണത്തില്ല. സീഡ്ലെസ് വാട്ടർമെലൺ വെറൈറ്റിയാണ്. KAU റിലീസ് ചെയ്ത വെറൈറ്റിയാണ് സ്വർണ്ണ. അപ്പം ഷോണിമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡ് ഫ്ലഷ്ഡ് സീഡ്ലെസ് വെറൈറ്റിയാണ് ഷോണിമ. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ പ്ലാന്റ് ത്രൂ എ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം, അതായത് നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഏതാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. ക്ലോണ്, വേരിയന്റ്, മ്യൂട്ടന്റ്, ഹൈബ്രിഡ്. ഇതിനെ നമ്മൾ പഠിച്ചു. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണെന്നും പറയുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ പ്ലാന്റ്, അതായത് ഒരു കുഞ്ഞു പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്മോൾ, അതായത് ഒരു സിംഗിൾ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത്. അപ്പം അതിന് ആൻസർ ഏതാണ്? ക്ലോൺ. അപ്പം ക്ലോൺ എന്താണ്? ഒരു സിംഗിൾ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പ്ലാന്റ് പാർട്ട് ദാറ്റ് ഡെവലപ്ഡ് ഇൻടു സീഡ് ഇൻ ആൻജിയോസ്പെർമ. ദി പ്ലാന്റ് പാർട്ട് ഡെവലപ്പ് ഇൻടു സീഡ് ഇൻ ആൻജിയോസ്പെർമ. ഏത് പ്ലാന്റ് പാർട്ടാണ് നമ്മൾ സീഡ് ഇൻ ആൻജിയോസ്പെർമിൽ ഡെവലപ്പ് ചെയ്യുന്നത്? ഓവറിയാണോ, ഓവ്യൂളാണോ, പിസ്റ്റിലാണോ, ഗൈനീഷ്യമാണോ? ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് ഓവറി എവിടാ, ഇതിൻ്റെ ഓവ്യൂൾ എവിടാ, സ്റ്റിഗ്മ എവിടാ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഈ സീഡ് ഇൻ ആൻജിയോസ്പെർമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഏത് പാർട്ടിലൂടെയാണ്? ഓവ്യൂളിലൂടെയാണ്. ഏതാ അതിൻ്റെ ആൻസർ വരുന്നത്? ഓവ്യൂൾ. അപ്പോൾ ഓവ്യൂളിലാണ് സീഡ് ഇൻ ആൻജിയോസ്പെർം ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓവ്യൂളിലാണ് സീഡ് ഇൻ ആൻജിയോസ്പെർം ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ഓവ്യൂള്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ഓവ്യൂള്. അപ്പം ഇത്രയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ കുറച്ച് മെയിൻ പോയിന്റുകൾ. അപ്പം ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ ഓരോ സ്ലൈഡും പഠിപ്പിച്ചതിന് അത് വരാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും മാത്രമല്ല ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്. നിങ്ങൾ സിലബസ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും നല്ലൊരു പാർട്ട് തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് വേണ്ടുന്നതല്ല ആ ഒരു മോഡ്യൂളിനകത്തുണ്ട്. ഏണസ്റ്റ് അക്കാഡമിയിൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ൻ്റെ ഇൻറ്റൻസീവ് കോച്ചിങ് അവൈലബിൾ ആണ്. നല്ല നല്ല വിദഗ്ധരായ അധ്യാപകരോടൊപ്പം നമുക്കും 2024 അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ എക്സാം കലണ്ടർ വന്നപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. ജൂലൈ ടു സെപ്റ്റംബർ ആണ് നമ്മൾ ടൈം ഷെഡ്യൂൾ തന്നേക്കുന്നത്. ഇനി കൂടിപ്പോയൊരു 6 മാസം അല്ലെങ്കിൽ 7 മാസം മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. പഠിച്ചുയരാൻ ഒരുപാടും പഠിച്ചു കയറാനുള്ള സമയം വളരെ കുറവുമാണ്.
ഇനി നമ്മൾക്ക് ഏണസ്റ്റ് അക്കാഡമിക്കൊപ്പം അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ഏണസ്റ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്